ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ നമുക്ക് അച്ചൊന്നും ഇല്ലാതെ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ നമ്മുടെ സേവനായും ഒന്നും ഉപയോഗിക്കാതെ ആണ് നമ്മൾ ഈ ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചില്ലെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം തന്നെ എടുക്കണം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചുടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്ന മാവിലേറെ കുറച്ചും കൂടെ ലൂസായിട്ടാണ് നമ്മൾ ഈ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് നമ്മുടെ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ സാധാരണ ഇടിയപ്പം റെഡിയാക്കുന്നതിലേറെ കുറച്ച് ലൂസാക്കി എടുത്താൽ മതി. നല്ലതുപോലെ ലൂസാവും ചെയ്യരുത്, ഇതുപോലെ ഇത്രയും ലൂസ് മതി. അപ്പോൾ ഇനി ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, നമ്മൾ തിളച്ച വെള്ളമല്ലേ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മളിത് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അച്ചൊന്നും ഉപയോഗിക്കാതെ അല്ലേ നമ്മൾ നമ്മുടെ ഇടിയപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കവർ എടുക്കാം. ഇനി നമുക്ക് ഈ കവറിലേക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇട്ട് കൊടുക്കാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് കൊടുത്തിട്ടുള്ളത് പോലെയുള്ള കവർ എടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ നമ്മുടെ മാവ് ഇതിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് നമുക്കിതിൽ ഒരു 2-3-4 വട്ടം ഒന്ന് ഇതുപോലെ അങ്ങ് കുത്തി കൊടുക്കാം. നമുക്ക് കുറച്ച് വലിയ നൂല് വേണമെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതുപോലെ ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ അങ്ങ് പീച്ചിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ നമുക്കിതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അച്ചില്ലാത്തവർക്കും സിമ്പിളായിട്ട് തന്നെ ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. നമ്മൾ അച്ചിൽ റെഡിയാക്കുന്നതിലേറെ എനിക്കൊന്ന് പെർഫെക്റ്റായിട്ട് ഇതുപോലെ ചെയ്യാനാണ് തോന്നിയത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും അതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നൂലപ്പത്തിൻ്റെ ഇതിലും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിലും കൂടെ ഇത് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കാം. നമുക്കിത് വെന്തിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇടിയപ്പം മുഴുവനായിട്ട് നമ്മളിതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇടിയപ്പത്തിൻ്റെ അച്ചില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അത്രയും സോഫ്റ്റാണ്, കണ്ടില്ലേ, നല്ല സോഫ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.